അടുത്ത ക്ലാസ്സിൽ നമ്മൾ അഡ്വാൻറ്റേജസ് ഓഫ് ടെക്നിക്കൽ അനാലിസിസ് വരെ നമ്മൾ നോക്കിയിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ദി ഫണ്ടമെൻ്റൽ അനാലിസിസ് ആൻഡ് ടെക്നിക്കൽ അനാലിസിസ്. അപ്പോൾ നമുക്കറിയുന്ന കേസാണ് ടെക്നിക്കൽ അനാലിസിസ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുള്ളൂ, ചാർട്ടുകളാണ്. ചാർട്ട് അനാലിസ് ചെയ്യാണ്. ചാർട്ട് അനാലിസ് ചെയ്ത് നമ്മൾ പ്രൈസിലുള്ള ഫ്ലക്ച്വേഷൻസും പ്രൈസിലുള്ള പാറ്റേൺസും കണ്ടെത്തുന്നതാണ്. പക്ഷേ ഫണ്ടമെൻ്റൽ അനാലിസിസ് അങ്ങനെയല്ല. നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സുകൾ, അതായത് ബാലൻസ് ഷീറ്റ്, ക്യാഷ് ഫ്ലോ, ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്, പ്രോഫിറ്റ് ലോസ്, ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, കമ്പനീൻ്റെ ഷെയർ വാല്യൂസും അതുപോലെ കമ്പനീൻ്റെ ഇൻട്രൻസിക് വാല്യൂസും കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. സോ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ലോങ് ടൈം പ്രോസ്പെക്റ്റീവിലാണ് നോക്കുന്നത്. പക്ഷേ നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് വെറും ഷോർട്ട് ടൈമാണ്. സോ ഇറ്റ് ക്യാൻ ബി യൂസ് അറ്റ് ടൈം ഫ്രെയിം ഓഫ് 1 week, ഡേയ്സ് ആൻഡ് ഈവൻ മിനിറ്റ്സ്. അപ്പോൾ നമ്മൾ ടെക്നിക്കൽ അനാലിസിസിൽ നമ്മൾ പെട്ടെന്നുണ്ടാകുന്ന മാറ്റങ്ങൾ, മിനിറ്റിലുണ്ടാകുന്ന മാറ്റങ്ങളും അതുപോലെ വീക്കിലുണ്ടാകുന്ന ട്രെൻഡ്സുകളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. സോ ഫണ്ടമെൻ്റൽ അനാലിസിസ് നമ്മൾ ലോങ് ടൈം അപ്രോച്ച് എടുക്കുന്നത്. നമ്മളെ പൈസ ഇൻവെസ്റ്റിംഗ് ആണ് ചെയ്യുന്നത്, മറ്റേത് ട്രേഡിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കണം. ഫണ്ടമെൻ്റൽ നമ്മൾ നോക്കുന്നത് ഇൻവെസ്റ്റിങ്ങിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ടെക്നിക്കൽ അനാലിസിസ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ട്രേഡിങ്ങിലേക്കാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വെച്ചാൽ ടെക്നിക്കൽ അനാലിസിസിൻ്റെ ബേസ് ആയിട്ടുള്ള ഒരു തിയറിയാണ് ഡൗ തിയറി എന്ന് പറയും. സോ ഇത് ഡൗ തിയറി റിട്ടൺ ബൈ ചെയ്തത് നമ്മുടെ ചാൾസ് എച്ച് ഡൗ ആണ്. അതും വാൾ സ്ട്രീറ്റ് ജേർണലിലാണ് ഫസ്റ്റ് ആയിട്ട് അയാൾ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. 1900 അത് കൊണ്ടുവന്നത് തന്നെ. പക്ഷേ 2 വർഷം കഴിഞ്ഞപ്പോൾ മൂപ്പര് എന്ത് ചെയ്തു, മരിച്ചു. അപ്പോൾ മൂപ്പരെ ടോപ്പിക്കുകൾ അല്ലെങ്കിൽ മൂപ്പരെ റിസർച്ചുകൾ അത്രത്തോളം പബ്ലിഷ്ഡ് ആയിട്ടില്ലായിരുന്നു. പിന്നെ അത് വെച്ചിട്ട് നമ്മുടെ വില്യം പി ഹില്ലിംഗ്ടൺസും അയാളുടെ സ്റ്റോക്ക് മാർക്കറ്റ് പാരാമീറ്റർ എന്ന ജേണലിൽ, അതുപോലെ തന്നെ റോബർട്ട് ഹെറ ദി തിയറി ഓഫ് ദി ഡൗ തിയറി 1932, അതുപോലെ ജോർജ് ഹൗ ഐ ഹെൽപ്പ് മോർ ദാൻ 10,000 ഇൻവെസ്റ്റേഴ്സ് ടു ഗെറ്റ് പ്രോഫിറ്റ് ഇൻ സ്റ്റോക്ക് മാർക്കറ്റ്. സോ ഇങ്ങനത്തെ ഓരോ ആൾക്കാർ എന്ത് ചെയ്തു, അവരവരെ കോൺട്രിബ്യൂഷൻസ് നമ്മൾ ടെക്നിക്കൽ അനാലിസിസിലേക്ക് കൊണ്ടുവന്നു. ശരിക്കും പറഞ്ഞാൽ പിതാവ് എന്ന് പറയുന്നത് ചാൾസ് ഡൗ തന്നെയാണ്. നമുക്ക് എന്താണ് ഡൗ തിയറിയിൽ പറയുന്നത് നോക്കാം. അപ്പോൾ ഡൗ തിയറിയിൽ എന്ന് പറഞ്ഞു വെച്ചാൽ ഡൗ തിയറി ഫോക്കസ് ചെയ്യുന്നത് പ്രൈസിൻ്റെ മൊമെൻറ്റ്സുകളാണ്. ഇത് ഫോക്കസ് ഓൺ ദി പ്രൈസാണ്. സോ നമ്മൾ ഡൗ തിയറി നമുക്ക് എന്ത് പറയാം, ഡൗ തിയറി നമുക്ക് 3 ക്ലാസിഫൈ ചെയ്യാം. ടോട്ടൽ ഡൗ തിയറിയെ 3 ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ എങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നത് വെച്ചാൽ ബൈ വേ ഓഫ് ട്രെൻഡ്സ് ആണ്. പ്രൈമറി ട്രെൻഡ് എന്ന് പറയാം, സെക്കൻഡറി ട്രെൻഡ് എന്ന് പറയാം, മൈനർ ട്രെൻഡ് എന്ന് പറയാം. അപ്പോൾ ടോട്ടൽ തിയറി നമ്മൾ 3 ക്ലാസിഫൈ ചെയ്തു. അപ്പോൾ എന്തൊക്കെയാണ് പ്രൈമറി ട്രെൻഡ്, സെക്കൻഡറി ട്രെൻഡ്, ദെൻ മൈനർ ട്രെൻഡ്. അപ്പോൾ ഒരു സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഉദാഹരണമാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. ഇതൊരു പ്രൈസ് ഫ്ലക്ച്വേഷൻ്റെ ഉദാഹരണമാണ്. സോ ഇവിടെ നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം പ്രൈമറി ട്രെൻഡ് എന്താണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു ഗ്രാഫ് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിൽ ഒരു അപ്വേർഡ് ട്രെൻഡുള്ള മാർക്കറ്റാണ്. ദാറ്റ് മീൻസ് ഇവിടെ പ്രൈമറി ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ബുള്ളിഷ് മാർക്കറ്റാണ്. സെക്കൻഡറി ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഓപ്പോസിറ്റ് ടു ദി പ്രൈമറി ട്രെൻഡ്. അപ്പോൾ ഇവിടെ നോക്കിയാൽ മതി, ഈ ചെറിയ ചെറിയ ഡൗൺഫോൾസ് ഇതൊക്കെ എന്താണ്, പ്രൈമറി മാർക്കറ്റിൻ്റെ ഓപ്പോസിറ്റാണ്. അപ്പോൾ ഇതിനെ പറയുന്നതാണ് സെക്കൻഡറി ട്രെൻഡ്. ഇറ്റ് വിൽ ലോങ് ഫോർ ദി 2-3 weeks. ദെൻ മൈനർ ട്രെൻഡ് വിത്തിൻ ദി സെക്കൻഡറി ട്രെൻഡിനുള്ളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് മൈനർ ട്രെൻഡ്സ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ പ്രൈമറി ട്രെൻഡ് 2 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. പ്രൈമറി ട്രെൻഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് 2 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ദി പ്രൈമറി ട്രെൻഡ് ഈസ് ദി ലാർജസ്റ്റ് ട്രെൻഡ് ഇൻ ദി വിച്ച് ഹാസ് എ ലാസ്റ്റ് ഫോർ ദി മോർ ദൻ 1 year. അപ്പോൾ ഒരു ട്രെൻഡ് ഉണ്ടാകുന്നത് മേ ബി മോർ ദൻ 1 yearൻ്റെ മേലെ ഉണ്ടാവും ആ ട്രെൻഡ്. അപ്പോൾ പ്രൈമറി ട്രെൻഡ് മീൻസ് ഒന്നെങ്കിൽ പ്രൈമറി ട്രെൻഡ് എന്തായിരിക്കണം, ഒന്നെങ്കിൽ ബുള്ളിഷ് ആയിരിക്കണം, അതല്ലെങ്കിൽ ബിയറിഷ് ആയിരിക്കണം. എറൈസിങ് പ്രൈസ് വേവ് കോൾഡ് ബുള്ളിഷ്, വെൻ ഡിക്ലൈനിങ് ഇൻ പ്രൈസ് ഈസ് കോൾഡ് ബിയറിഷ്. അപ്പോൾ പെരുപ്പ് അല്ലെങ്കിൽ നമ്മളെ മാർക്കറ്റ് കുറച്ചും കൂടി നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ത് ചെയ്യും, ബുൾ മാർക്കറ്റ് എന്ന് പറയും. ഇനി നമ്മളെ മാർക്കറ്റ് തീരെ പെർഫോം ചെയ്യുന്നില്ലെങ്കിൽ അതിന് നമ്മൾ ബിയർ മാർക്കറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ ബിയറിഷ് മാർക്കറ്റ് എന്ന് പറയും. അപ്പോൾ പ്രൈമറി ട്രെൻഡ് എന്തായിരിക്കും, ബുൾ മാർക്കറ്റ് അല്ലെങ്കിൽ ബിയറിഷ് മാർക്കറ്റ്. അപ്പോൾ 2 ഉദാഹരണം ഇവിടെ തന്നിട്ടുണ്ട് ഞാൻ പിക്ചറായിട്ട് തന്നെ. സോ ഇതിവിടെ നോക്കിയാൽ കണ്ടാൽ നമുക്ക് ഇതിൽ പ്രൈസ് എന്താണ് കൂടിക്കൊണ്ടിരിക്കുക, ത്രൂഔട്ട് ഇയർ എന്താണ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു വർഷത്തേക്കുള്ള ഒരു ട്രെൻഡാണ് കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു വർഷം നമുക്ക് ഉണ്ടാകുന്ന ട്രെൻഡുകൾ ഇതിൽ പൈസ കൂടുന്നുണ്ട് കുറയുന്നത് എങ്കിൽ പോലും ടോട്ടൽ മാർക്കറ്റിലെ ട്രെൻഡ് എന്താണ്, ഒരു ബുള്ളിഷ് ട്രെൻഡാണ്. ഇവിടെ നോക്കിയാൽ നേരത്തെ പിക്ചർ ബിയറിഷ് മാർക്കറ്റിൻ്റെ പിക്ചറാണ്. ഇവിടെ നമുക്കറിയുന്ന കേസാണ്. ഇവിടുന്ന് മുതൽ പ്രൈസ് എന്ത് ചെയ്യുന്നത്, കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ലോങ് റണ്ണിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതൊരു ബിയറിഷ് മാർക്കറ്റായിട്ട് കണക്കാക്കും. ഓരോ
പ്രാവശ്യം എന്ത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഓരോ ഇൻ്റർവെൽ ആകുമ്പോഴും പ്രൈസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെ പറഞ്ഞ പേരാണ് ബെയറിഷ് മാർക്കറ്റ്. അപ്പോൾ പറയുന്ന കേസ് ഇത്രേ ഉള്ളൂ. പ്രൈമറി ട്രെൻഡ് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ട് രീതിയിൽ നമ്മൾ പഠിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ പ്രൈമറി ട്രെൻഡിൻ്റെ ക്ലാസിഫിക്കേഷൻസ് നോക്കാം. സോ പ്രൈമറി ട്രെൻഡ് എന്ന് പറഞ്ഞാൽ പ്രൈമറി ട്രെൻഡിൽ നമുക്ക് മൂന്നായിട്ടുള്ള ഫേസുകളുണ്ട് അല്ലെങ്കിൽ സ്റ്റേജുകളുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, പ്രൈമറി ബുൾ മാർക്കറ്റിലെ കേസ് പറയാം. അതായത് നേരത്തെ ഫസ്റ്റ് പിക്ചറത്തെ കേസ് പ്രൈമറി ബുൾ മാർക്കറ്റ്. ഈ കേസ് എന്ന് വെച്ചാൽ പ്രൈമറി ബുൾ മാർക്കറ്റ് ഈസ് ഡിഫൈൻ ആസ് എ ലോങ് സ്റ്റൈൻ സസ്റ്റെയിൻ അഡ്വാൻസ് മാർക്കറ്റ് ഇൻ ഇംപ്രൂവിങ് ദി ബിസിനസ് കണ്ടീഷൻസ്. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ബിസിനസ് കണ്ടീഷൻസ്. അപ്പോൾ നമ്മുടെ എക്കോണമിയിലെ ബിസിനസ് കണ്ടീഷൻസ് അത്യാവശ്യം നല്ലതായത് കൊണ്ട് തന്നെ അവിടെ എന്തുണ്ടാകുന്നുള്ളൂ, ബൂമാണ് ഉണ്ടായിക്കൊള്ളുന്നത് അല്ലെങ്കിൽ അഡ്വാൻസ്മെൻറ്റ് ഉണ്ടായിക്കൊള്ളുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് പ്രൈമറി ബുൾ മാർക്കറ്റിലെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് അക്യുമുലേഷൻ സ്റ്റേജ് എന്ന് പറയും, അക്യുമുലേഷൻ ഫേസ് എന്ന് പറയാം. സോ ദി ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ദി ബുൾ മാർക്കറ്റ് ഈസ് കോൾഡ് അക്യുമുലേഷൻ ഫേസ് ആൻഡ് ഇറ്റ് ഈസ് എ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് അപ്വേർഡ് ട്രെൻഡ്. സോ അപ്പോൾ അക്യുമുലേഷൻ സ്റ്റേജ് ആണ് ശരിക്കും പറഞ്ഞാൽ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഫോർ ദി ബുള്ളിഷ് മാർക്കറ്റ്. ദെൻ ഇൻഫോംഡ് ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യും, ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത് വരും. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കോൺസെപ്റ്റ് പറയാൻ കാരണം വെച്ചാൽ നമുക്ക് കണ്ടെത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇൻഫോംഡ് ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ സാധാരണക്കാരല്ല, അവർ ശരിക്കും പറഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സൊക്കെയാണ്. അതുപോലെ മ്യൂച്വൽ ഏജൻസീസ്, അവരെ കുറച്ചുകൂടി അഡ്വാൻസ് ലെവലായിട്ട് മാർക്കറ്റ് സ്റ്റഡി ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് കണ്ടെത്താൻ പറ്റും മാർക്കറ്റിൻ്റെ ഇപ്പോഴത്തെ കറണ്ട് പൊസിഷൻ എന്തൊക്കെയാണ്. അപ്പോൾ അവരെന്ത് ചെയ്യും, ആദ്യം തന്നെ അവിടേക്ക് വരും, എന്നിട്ട് സ്റ്റോക്കുകൾ വാങ്ങും. അതും കുറഞ്ഞ റേറ്റിനാണ് സ്റ്റോക്കുകൾ വാങ്ങുക. ഒന്നാമത് അക്യുമുലേഷൻ സ്റ്റേജിൽ എന്ന് പറഞ്ഞാൽ വളരെ കുറവായിരിക്കും പ്രൈസ് എന്ന് പറയുന്നത്. ഇതിൻ്റെയൊക്കെ ഞാൻ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം ലാസ്റ്റ്. ദെൻ സ്റ്റോക്ക് പ്രൈസ് എന്തെങ്കിലും റിലേറ്റീവ്ലി ലോവർ ആയിരിക്കും. അപ്പോൾ നമ്മൾ ആ സമയത്ത് വാങ്ങിയിട്ട് കുറച്ച് കഴിഞ്ഞ് വിൽക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് കിട്ടും. ദെൻ ഈ സമയത്തിൻ്റെ പ്രത്യേകിച്ചിൽ നമ്മുടെ പബ്ലിക്ക് അതുപോലെ തന്നെ അൺഇൻഫോംഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് ഒന്നും എന്ത് ചെയ്യില്ല, ഷെയർസ് വാങ്ങാൻ താല്പര്യപ്പെടില്ല. അപ്പോൾ ഒരു കാര്യം അറിയാം, നമ്മൾ ഒരു GST അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ പാൻഡമിക് വന്ന് നമ്മളെ സ്റ്റോക്ക് മാർക്കറ്റ് പറ്റ താഴ്ത്ത് പോയി. അപ്പോൾ ആൾക്കാർ പിന്നെയും വിചാരിച്ചു ഈ സ്റ്റോക്ക് മാർക്കറ്റ് ഇനിയും താഴോട്ട് പോകും. അങ്ങനെ വിചാരിച്ചിട്ട് ആരും വാങ്ങാതിരിക്കും. ആ സമയത്താണ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് വന്നിട്ട് എന്ത് ചെയ്യും, നമ്മളെ ഷെയർസ് വാങ്ങും. അപ്പോൾ ഷെയർസ് വാങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കായി ഡിമാൻഡ് കൂടുമ്പോൾ പ്രൈസ് കൂടിക്കൊണ്ടിരിക്കും. സോ അപ്പോൾ ആൾക്കാർ വിചാരിക്കും സ്റ്റോക്ക് മാർക്കറ്റ് ഗെറ്റിംഗ് ബെറ്റർ എന്ന രീതിയിൽ ആൾക്കാർ വാങ്ങാൻ തുടങ്ങും. സോ ഇതൊക്കെ തന്നെ അതിൻ്റെ കോൺസെപ്റ്റുകൾ വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കേസ് വെച്ചാൽ സം പേഷ്യൻ്റ് ഇൻവെസ്റ്റേഴ്സ് ഹു ഫൈൻഡ് ദ വാല്യൂ ഇൻ ബൈയിങ് ദി സ്റ്റോക്ക് ഫോർ ലോങ് ടേം പീരീഡ്. ഇവരെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവരെന്താ വെച്ചാൽ ടോട്ടൽ മാർക്കറ്റ് ഏറ്റവും ഡള്ളാവുന്ന സമയത്ത് എന്ത് ചെയ്യും, സ്റ്റോക്സ് വാങ്ങിയിട്ട് അവരെന്ത് ചെയ്യും, ഒരു ലോങ് ടൈമിലേക്ക് കീപ്പ് ചെയ്യും. എത്ര കാലം കഴിഞ്ഞിട്ട് വെച്ചിട്ട് എങ്ങനെയായാലും നമുക്കറിയാം സ്റ്റോക്ക് അതിൻ്റെ വില തിരിച്ചെടുക്കും. അത് മീൻസ് റെസിസ്റ്റൻസും സപ്പോർട്ടൻസും എന്ന കോൺസെപ്റ്റാണ്. എങ്ങനെയായാലും നമ്മൾ താഴ്ന്നു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് കൂടും. കാരണം ഡിമാൻഡ് കൂടുന്നതനുസരിച്ച് പ്രൈസ് കൂടും, ഡിമാൻഡ് കുറയുന്നതനുസരിച്ച് എന്ത് ചെയ്യും, പ്രൈസ് കുറയും. അപ്പോൾ ആ കോൺസെപ്റ്റിൽ തന്നെ എന്ത് ചെയ്യാം, നമുക്ക് കുറച്ച് നേരം കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രൈസ് കൂടും. ആ പ്രൈസ് കൂടുന്ന സമയത്ത് എന്ത് ചെയ്യാം, നമുക്ക് വിൽക്കാം. ദെൻ അടുത്ത സ്റ്റേജാണ് പ്രൈമറി മാർക്കറ്റിലെ അല്ലെങ്കിൽ ബുള്ളിഷ് പ്രൈമറി മാർക്കറ്റിൽ രണ്ടാമത്തെ സ്റ്റേജാണ് പബ്ലിക് പാർട്ടിസിപ്പേഷൻ. സോ ഈ സ്റ്റേജിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെയാണ് നമ്മളെ പോലത്തെ സാധാരണക്കാരായ ആൾക്കാരൊക്കെ വാങ്ങാൻ തുടങ്ങുക. അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും, കുറച്ചുകൂടി ഇൻഫോംഡ് ആയിട്ടുള്ള സാധാരണക്കാരായ പബ്ലിക്സ് അവരെ ഏജൻസിയൊക്കെ പറയും നമ്മളോട് ഷെയർ വാങ്ങിക്കോളൂ, നമ്മൾ മാർക്കറ്റ് തിരിച്ചു വരുന്നുണ്ടെന്നൊക്കെ പറയും. സോ ദിസ് ഈസ് എ സെക്കൻഡ് സ്റ്റേജ് ഓഫ് പ്രൈമറി ട്രെൻഡിലെ സെക്കൻഡ് സ്റ്റേജ് ആയിട്ട് വരും. സോ സെക്കൻഡ് സ്റ്റേജ് ഫുൾ ബുൾ മാർക്കറ്റ് ഇറ്റ്സ് യൂഷ്വലി ലാർജ് ആൻഡ് സി ലാർജ് അഡ്വാൻസ് ഇൻ ദി പ്രൈസ്. അപ്പോൾ ഈ സ്റ്റേജിലാണ് ഏറ്റവും കൂടുതൽ പൈസയുടെ ഇൻക്രിമെൻ്റ് ഒക്കെ ഉണ്ടാകുന്ന സ്റ്റേജ്. ദിസ് പീരീഡ് മാർക്ക്ഡ് ബൈ ദി ഇംപ്രൂവിങ് ദി ബിസിനസ് കണ്ടീഷൻസ്. അപ്പോൾ ബിസിനസ് കണ്ടീഷൻസൊക്കെ കൂടുന്നൊരു സമയം കൂടിയാണ് പബ്ലിക് പാർട്ടിസിപ്പേഷൻ ഫേസ് എന്ന് പറയുന്നത്. ദെൻ ഇൻഫോംഡ് ഇൻവെസ്റ്റേഴ്സ് എൻ്റർ ഇൻ ടു അക്യുമുലേഷൻ ഫേസ് ആഫ്റ്റർ ഏണിംഗ് ദി ബിഗ് റേസ് ആൻഡ് ദി കോൺഫിഡൻസ് സ്റ്റാർട്ട് കം ബാക്ക്. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സൊക്കെ വന്നിട്ട് നമ്മളെ മാർക്കറ്റിൽ നിന്ന് സ്റ്റോക്ക് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മളെപ്പോലത്തെ പബ്ലിക്സിന് എന്തുണ്ടാവും, ഇത് വാങ്ങാനുള്ള ഒരു താല്പര്യം ഉണ്ടാവും. കാരണം ഓക്കെ മാർക്കറ്റ് കോൺഫിഡൻസിലേക്ക് വരുന്നില്ല, മാർക്കറ്റ് റെഡി ആയിട്ടുണ്ട്, നമുക്ക് വാങ്ങാവുന്ന രീതിയിൽ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ അതാണ് പബ്ലിക് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത്. സോ ഈ ഒരു സ്റ്റേജിൽ നമ്മൾ സ്റ്റോക്ക് വാങ്ങുകയാണെങ്കിൽ
നമുക്ക് കുറച്ച് കൺസിഡർ ടു ഇനി അതർ സ്റ്റേജ് നമുക്ക് കുറച്ചുകൂടി എന്ത് ചെയ്യാൻ പറ്റും, പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. കാരണം നമുക്ക് അക്കുമുലേഷൻ സ്റ്റേജ് നമുക്ക് കണ്ടെത്താൻ പറ്റാത്ത സ്റ്റേജാണ്. അത് നമ്മളെപ്പോലത്തെ ആൾക്കാർക്ക്, സാധാരണക്കാരെ ഇൻവെസ്റ്റേഴ്സിന് ഒരിക്കലും അതിനെ പറ്റിയിട്ട് പഠിക്കാനോ അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ട് കണ്ടെത്താനൊന്നും കഴിവില്ല. പക്ഷേ നമ്മൾ ഈ പബ്ലിക് പാർട്ടിസിപ്പേഷൻ സ്റ്റേജ്, ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു കാൻഡിൽ സ്റ്റിക്ക് അനാലിസിസ് എടുത്തിട്ടുണ്ടെങ്കിൽ സൈഡ് വേവ്സ് എന്ന കോൺസെപ്റ്റ് ഉണ്ട്. സൈഡ് വേവ്സ് കഴിഞ്ഞിട്ട് ഫസ്റ്റത്തെ ഒരു ബൂം ഉണ്ടെങ്കിൽ തന്നെ ആ ബൂം എന്താണ്, ശരിക്കും പറഞ്ഞാൽ അക്യുമുലേഷൻ സ്റ്റേജാണ്. അപ്പോൾ ആ സമയത്ത് കഴിഞ്ഞിട്ട് നമ്മൾ, അല്ലെങ്കിൽ അക്യുമുലേഷൻ സ്റ്റേജ് അല്ലെങ്കിൽ പറയാം നമുക്ക് എന്താ പറയുക, ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ബൈയിങ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ ചെയ്യാം, അതിനുശേഷം നമുക്ക് സ്റ്റോക്ക് വാങ്ങാം. സോ അതിനുശേഷം സ്റ്റോക്ക് വാങ്ങിയിട്ട് പ്രൈസ് ബൂമാവുന്ന സമയത്ത് എന്ത് ചെയ്യാം, നമുക്ക് വിറ്റ നല്ലൊരു എമൗണ്ട് കിട്ടും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണം. ദെൻ അടുത്തൊരു സ്റ്റേജാണ് എക്സസ് ഫേസ്. ഇത് എക്സസ് ഫേസ് ആണെങ്കിൽ നമ്മുടെ പ്രൈമറി സ്ട്രെൻഡിലെ ബുള്ളിഷ് മാർക്കറ്റിലെ ഏറ്റവും ലാസ്റ്റത്തെ സ്റ്റേജാണ്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകിച്ചാൽ എക്സസ് സ്പെക്കുലേഷൻസ് ഉണ്ടാവും, അതുപോലെ ഇൻഫ്ലേറ്ററി പ്രഷേഴ്സ് ഉണ്ടാവും. അതായത് ഇനി മാർക്കറ്റ് മുന്നോട്ട് പോകേണ്ട ആ ലെവലിലെത്തി ഏറ്റവും ടോപ്പ് പീക്ക് ലെവലാണ് ശരിക്കും പറഞ്ഞാൽ എക്സസ് ലെവൽ എന്ന് പറയാം. ഇപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ ഫുൾ പബ്ലിക്കിൻ്റെ ഇൻവോൾവ്മെൻ്റ് ആവും. ഇവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് ഒന്നും ഇങ്ങോട്ട് വാങ്ങാൻ പറ്റില്ല, സ്റ്റോക്സ് ഒന്നും വാങ്ങാൻ പറ്റില്ല. അതിന് പകരം പബ്ലിക് എന്ത് ചെയ്യുക, വാങ്ങ വിൽക്കുന്ന ഒരു സ്റ്റേജാണിത്. സോ വാല്യുവേഷൻ എന്ന് ശരിക്കും പറഞ്ഞാൽ സ്റ്റോക്ക് വാല്യുവേഷനൊക്കെ വളരെ കൂടി ഈ സമയത്താകുമ്പോൾ സ്റ്റോക്കിൻ്റെ പ്രൈസ് അത്യാവശ്യം ഏറ്റവും കൂടുതലായിരിക്കണം. അതുപോലെ തന്നെ സ്മാർട്ടായിട്ടുള്ള അതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യും, ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യും, അവരെ സ്റ്റോക്ക് അവർ സെല് ചെയ്യാൻ തുടങ്ങും. പക്ഷേ ചില ആൾക്കാരുണ്ടല്ലോ, മാർക്കറ്റിലേക്ക് പുതിയതായിട്ട് വരുന്ന ആൾക്കാർ, അവരെന്ത് ചെയ്യും, ഈ സ്റ്റോക്ക്, അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് വിൽക്കുന്ന സ്റ്റോക്ക് അവരപ്പോൾ അവിടുന്ന് വാങ്ങും. അങ്ങനെയാണ് അവർക്ക് നഷ്ടം ഉണ്ടാവുന്നത്. നമ്മൾ മാർക്കറ്റ് സ്റ്റഡി ഇല്ലാതെ സ്റ്റോക്ക് വാങ്ങാൻ ശ്രമിക്കുന്ന ആൾക്കാരാണ്. അതായത് ആ സമയത്തുള്ള ബുള്ളിഷ് കണ്ടിട്ട് അവർ ആ സ്റ്റോക്ക് വാങ്ങുകയാണെങ്കിൽ ദാറ്റ് ഡസൻറ്റ് മേക്ക് എനി സെൻസ്. എന്താ കാരണം വെച്ചാൽ നമുക്ക് നഷ്ടം ഉണ്ടാവുള്ളൂ. നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട കേസ് വെച്ചാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ബൈ അറ്റ് ലോ പ്രൈസ്, സെൽ അറ്റ് ഹൈ പ്രൈസ് എന്നാണ്. അപ്പോൾ ഏറ്റവും കുറഞ്ഞ സമയം കുറഞ്ഞ പൈസക്ക് വാങ്ങാം, എന്നിട്ട് കൂടിയ വിലക്ക് വിൽക്കാനാണ് കോൺസെപ്റ്റ്. സോ ഇതാണ് ശരിക്കും ലാസ്റ്റ് സ്റ്റേജ് ഓഫ് ദി പ്രൈമറി ട്രെൻഡ്. ശരിക്കും ഈ സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റേജ് പറഞ്ഞാൽ ഡിക്ലൈനാണ്. മാർക്കറ്റ് ഡിക്ലൈൻ ചെയ്യുന്ന സമയമാണ്. അപ്പോൾ ഒരു കാര്യങ്ങൾ ആലോചിക്കുക, മാർക്കറ്റ് എപ്പോഴും ഒന്നുകിൽ കൂടെ കുറയുക ഒരു വേവ് പോലെയാണ് മാർക്കറ്റും ചലിക്കുന്നത്. ദെൻ നമുക്ക് ഈ ഗ്രാഫിൽ എങ്ങനെയാണ് നമുക്ക് അത് വരയ്ക്കാമെന്ന് കാണിച്ചത്. അപ്പോൾ അക്യുമുലേഷൻ സ്റ്റേജ് എന്ന് പറഞ്ഞതാണ്, ഈ സ്റ്റേജാണ് അക്യുമുലേഷൻ സ്റ്റേജ്. ഈ സമയത്ത് നോക്കി നമ്മൾ ഇവിടെ ഒരു ബിയറിഷ് മാർക്കറ്റിൻ്റെ എൻഡാണ് അക്യുമുലേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സമയത്ത് ഒരു നല്ല സൈഡ് വേവ്സ് ഒക്കെ ഉണ്ട്. സൈഡ് വേവ്സ് ആണെങ്കിൽ നമ്മൾ ഡിമാൻഡ് സപ്ലൈക്ക് ഈക്വൽ ആവുന്ന സമയമാണ് സൈഡ് വേവ്സ്. അവിടെ കാര്യമായിട്ട് പ്രൈസ് ഫ്ലക്ച്വേഷൻ ഒന്നും ഉണ്ടാവുന്നില്ല. അതിനുശേഷം ഒരു ബുള്ളിങ് ഉണ്ടെങ്കിൽ അതിനെ പറഞ്ഞ പേരാണ് അക്യുമുലേഷൻ സ്റ്റേജ്. ദെൻ ആ ബുള്ളിങ് നമ്മൾ കണ്ടെത്തിയതിന് ശേഷം നമ്മൾ അടുത്ത സ്റ്റേജാണ് പാർട്ടിസിപ്പേഷൻ, പബ്ലിക് പാർട്ടിസിപ്പേഷൻ. നമ്മളെ മാർക്കറ്റ് റിക്കവറി ചെയ്യുന്നുണ്ട് കണ്ടെത്തുക. ആൾക്കാരെന്തെയും പൈസ വാങ്ങാൻ തുടങ്ങും, അല്ലെങ്കിൽ ഷെയർസ് വാങ്ങാൻ തുടങ്ങും. അത് ഓട്ടോമാറ്റിക് വാങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പ്രൈസ് എന്തെയും കൂടിക്കുന്നു. ഡിമാൻഡ് കൂടുന്നതനുസരിച്ച് പ്രൈസും കൂടും. ഇത് ലാസ്റ്റ് സ്റ്റേജാണ് എക്സസ് സ്റ്റേജ് എന്ന് പറയും. സോ ഈ എക്സസ് സ്റ്റേജ് കിടക്കുന്നത് ഇതെവിടെയാണ്, ഈ ഒരു ഭാഗത്താണ് എക്സസ് സ്റ്റേജ് കിടക്കുന്നത്. കാരണം വെച്ചാൽ ഇവിടെ എന്താ വെച്ചാൽ സ്റ്റോക്കിൻ്റെ പ്രൈസ് മാക്സിമം പോകാൻ പറ്റുന്ന രീതിയിൽ പോയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് പോകാനൊന്നുമില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും, ഇതിനെ എക്സസ് സ്റ്റേജ് ആയിട്ട് കണക്കാക്കും. അപ്പോൾ ഈ സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റേജ് എന്താണ്, ഡിക്ലൈനാണ്, അല്ലെങ്കിൽ ബിയറിഷ് മാർക്കറ്റാണ്. അപ്പോൾ ബിയറിഷ് മാർക്കറ്റിന് തൊട്ട് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റോക്ക് വിൽക്കാൻ ശ്രമിക്കണം. ദെൻ പ്രൈമറി ബിയർ മാർക്കറ്റിൻ്റെ കേസാണ്. ഈ പ്രൈമറി ബിയർ മാർക്കറ്റിന് പറഞ്ഞാൽ ലോങ് സസ്റ്റെയിൻ ഓഫ് ഡിക്ലൈൻ മാർക്ക്ഡ് ബൈ ദി ഡിറ്ററേറ്റിംഗ് ബിസിനസ് കണ്ടീഷൻസ് വേസ്റ്റ് ആവുന്ന സമയം കൊണ്ട് നമ്മളെ മാർക്കറ്റിൽ നിന്നുണ്ടാവുന്ന ഡിക്ലൈൻസിനാണ് ബിയറിഷ് മാർക്കറ്റ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റ് മീൻസ് തകർന്നു പോകുന്നതാണ് ബിയറിഷ് മാർക്കറ്റ്, അല്ലെങ്കിൽ പ്രൈസ് ഓഫ് സ്റ്റോക്ക് എന്താണ് കുറയുന്നതാണ് ബിയറിഷ് മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ സ്റ്റേജ് എന്ന് പറയും. ദ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ബിയറിഷ് മാർക്കറ്റ് ഈസ് ഡിസ്ട്രിബ്യൂഷൻ ഫേസ്. ദ ഇൻഫോംഡ് ഇൻവെസ്റ്റേഴ്സ് വിൽ സെൽ ദെയർ സെക്യൂരിറ്റീസ്. നമ്മൾ കഴിഞ്ഞൊരു ഗ്രാഫിൽ കണ്ടതുപോലെ ലാസ്റ്റ് സ്റ്റേജ് ഞാൻ പറഞ്ഞില്ലേ എക്സസ് സ്റ്റേജ് കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റേജ് നോക്കിയിട്ടില്ലേ, അത്
ഡിസ്ട്രിബ്യൂഷൻ സ്റ്റേജാണ്. അവിടെയാണ് ഏറ്റവും നല്ല സ്മാർട്ടായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സൊക്കെ അവരുടെ സ്റ്റോക്ക് സെല് ചെയ്യുന്ന പോയിന്റ്. ദെൻ this is the opposite of accumulation phase during the bull market. ബുൾ മാർക്കറ്റിലെ അക്യുമുലേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റോക്സുകൾ വാങ്ങുകയാണ്. പക്ഷേ ഇവിടെ എന്താണ്? സ്റ്റോക്കുകൾ വിൽക്കുകയാണ് ചെയ്യുന്നത്. ആര്? ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ്. ദെൻ വേറെ കേസ് പേഷ്യൻ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ്. ഞാൻ പറഞ്ഞു അതിന് അക്യുമുലേഷൻ സ്റ്റേജിൽ പേഷ്യൻ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യും? അവർ പ്രൈസ് അല്ലെങ്കിൽ സ്റ്റോക്ക് വാങ്ങും അറ്റ് ലോവർ പ്രൈസ് ആൻഡ് ദേ വിൽ സെൽ ഇറ്റ് ആഫ്റ്റർ ഇറ്റ് എന്ന് പറയും. അപ്പോൾ അങ്ങനത്തെ ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യും? അവർ സ്റ്റോക്കുകൾ ഇവിടെയാണ് വിൽക്കാൻ പോകുന്നത്. ദെൻ പബ്ലിക് പാർട്ടിസിപ്പേഷൻ. നമ്മൾ നേരത്തെ അതിൽ പറഞ്ഞതുപോലെ തന്നെ ആൾക്കാർ വിൽക്കണ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആൾക്കാർക്ക് ഇപ്പോൾ വിൽക്കുന്ന സമയമായി നമ്മളെ സ്റ്റോക്ക് മാർക്കറ്റ് ഡൗൺ ആകാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളും എന്ത് ചെയ്യുക? നമ്മളെ സ്റ്റോക്ക് വിൽക്കാതെ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി പൈസ കുറയും അല്ലെങ്കിൽ നമ്മളെ സ്റ്റോക്കിൻ്റെ മൂല്യം കുറയും വെച്ചിട്ട് ആൾക്കാർ വിൽക്കുകയാണ്. അങ്ങനെ സ്റ്റേജ്. സോ ദിസ് സ്റ്റേജ് ഈസ് സിമിലർ ടു ദി പബ്ലിക് പാർട്ടിസിപ്പേഷൻ ഫേസ് ഫൗണ്ട് ഇൻ ദി പ്രൈമറി അപ്വാർഡ് ട്രെൻഡ് ഇൻ ബുള്ളിഷ് മാർക്കറ്റ്. അപ്പോൾ ബുള്ളിഷ് മാർക്കറ്റിൽ ഉണ്ടാകുന്ന അതേപോലത്തെ ട്രെൻഡിന് ഇവിടെ വരുന്നത് പബ്ലിക് പാർട്ടിസിപ്പേഷൻ. ആൾക്കാർ എന്ത് ചെയ്യാണ്? ദേ ജോയിൻ ടുഗദർ വിത്ത് മാർക്കറ്റ് ആൻഡ് ദേ സെൽ ദെയർ സെക്യൂരിറ്റീസ്. അങ്ങനെ സെൽ ചെയ്യുമ്പോൾ എന്തുണ്ടാവും? സ്റ്റോക്ക് മാർക്കറ്റിലെ പ്രൈസ് വീണ്ടും 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 കുറഞ്ഞുകൊണ്ടേയിരിക്കും. സോ ഡ്യൂറിങ് ദിസ് ഫേസ് ഇറ്റ് ക്ലിയർ ദാറ്റ് ദ ബിസിനസ് കണ്ടീഷൻ ഇൻ ദ മാർക്കറ്റ് ഗെറ്റിംഗ് വേഴ്സ് ആൻഡ് റെഡ്യൂസ് ദ പ്രൈസ് ഓഫ് ദി സ്റ്റോക്സ്. ഈ സമയത്താണ് സെല്ലിങ് ഇൻക്രീസ് ചെയ്യും, ബൈയിങ് കുറയും. അപ്പം എന്ത് ചെയ്യും? പ്രൈസും കുറയും. ദെൻ മൂന്നാമത്തെ ഫേസ് ഈ ബിയറിഷ് മാർക്കറ്റിലെ മൂന്നാമത്തെ ഫേസാണ് നമ്മളെ പാനിക് ഫേസ് എന്ന് പറയും. പാനിക് ഫേസിന് പ്രത്യേകിച്ചാൽ ലാസ്റ്റ് സ്റ്റേജാണ് ഇൻ ദി പ്രൈമറി ബിയറിഷ് മാർക്കറ്റ്. ഇറ്റ് ടെൻഡ് ടു ഫീൽ വിത്ത് മാർക്കറ്റ് പാനിക്. എല്ലാവർക്കും ഓരോ ബിസിനസ് പറ്റാ ഡള്ളായിട്ടുണ്ട്. ആൻഡ് ഇവിടെ എന്താ പ്രത്യേകിച്ച് ഓരോ മിനിറ്റിലും ഏറ്റവും മാക്സിമം അവരുടെ സ്റ്റോക്സ് വിറ്റൊഴിവാക്കാനാണ് ശ്രമിക്കുന്നത്. കിട്ടുന്ന വിലക്ക് വിറ്റൊഴിവാക്കുക. ഇപ്പോൾ 5 രൂപ ലാഭം 5 രൂപയ്ക്ക് വിൽക്കുക, 1 രൂപ ലാഭം 1 രൂപയ്ക്ക്, 50 പൈസ ലാഭം 50 പൈസക്ക് വിൽക്കുക. കാരണം എന്താ? ഇനിയും നമ്മളെ സ്റ്റോക്കിൻ്റെ വില കുറയുമോ എന്ന് വെച്ചിട്ട്. സോ മെനി ഇൻവെസ്റ്റേഴ്സ് സെൽ ദെയർ സ്റ്റോക്ക് ഇൻ ദി പാനിക്. യൂഷ്വലി ദീസ് ഇൻവെസ്റ്റേഴ്സ് ആർ ന്യൂ ടു ദി മാർക്കറ്റ്സ്. ശരിക്കും ഈ ഒരു ഫേസിൽ നിന്ന് നമ്മൾ വിൽക്കുന്നത് വെറും പൊട്ടത്തരം തന്നെയാണ്. വിൽക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ പബ്ലിക് പാർട്ടിസിപ്പേഷൻ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ഫേസിൽ നിന്ന് വിൽക്കണമായിരുന്നു. അല്ലാതെ നമ്മൾ പാനിക് ഫേസിൽ നിന്ന് നമ്മളെ സ്റ്റോക്ക് വിൽക്കുകയാണെങ്കിൽ നമുക്കത് എത്രത്തോളം ലാഭം ഉണ്ടാവില്ല. ചിലപ്പോൾ നമുക്ക് നഷ്ടത്തിലാണ് വിൽക്കുന്നതുണ്ടാവും. ചില ആളുകൾ 60 രൂപയ്ക്ക് വാങ്ങിയ സ്റ്റോക്ക് 59 രൂപയ്ക്ക് എന്ത് ചെയ്യും? പാനിക്കിൽ നിന്ന് വിൽക്കും. 1 രൂപ നഷ്ടമാണ്. എന്നാൽ ആലോചിച്ച് നോക്ക്. കാരണം അവർ വിൽക്കുന്ന ഒരു പൊട്ടത്തരം കൊണ്ടാണ്. ചിലപ്പോൾ ഇനി സ്റ്റോക്കിൻ്റെ വില എന്ത് ചെയ്യും? 55 കുറഞ്ഞാലോ അല്ലെങ്കിൽ 50 റുപ്യായിട്ട് കുറഞ്ഞാലോ വെച്ചിട്ട് എങ്ങനെയായാലും ആ സ്റ്റോക്ക് കീപ്പ് ചെയ്യും. ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് ഞാൻ മാർക്കറ്റ് ഓട്ടോമാറ്റിക് റീക്ലെയിം ചെയ്യും. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ദെൻ മാർക്കറ്റ് ഡിക്ലെയർ അണ്ടിൽ ദി ഓൾ ദി ബാഡ് ന്യൂസ് ഈസ് ഫുള്ളി പ്രൈസ്ഡ് ഇൻ ടു മാർക്കറ്റ്. അതായത് നമുക്കൊരു ഫെമേൻ്റെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ ഫെമ പറഞ്ഞിട്ടുണ്ട് എല്ലാ ഇൻഫർമേഷൻസും മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ട് എല്ലാ ഇൻഫർമേഷൻസും നമ്മളെ സ്റ്റോക്ക് പ്രൈസിനെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എല്ലാ ബാഡ് ഇൻഫർമേഷൻസും നമ്മളെ സ്റ്റോക്ക് പ്രൈസിനെ എഫക്റ്റ് ചെയ്തിട്ട് അത് മാക്സിമം ലെവൽ വരെ താവട്ടെ എന്ന് ഇരിക്കുന്ന സ്റ്റേജാണ് പാനിക് സ്റ്റേജ് എന്ന്. ദിസ് ഈസ് ദ ലാസ്റ്റ് സ്റ്റേജ് ഓഫ് ദി ബിയറിഷ് മാർക്കറ്റ്. ഇതെങ്ങനെ നമ്മൾ ഫോട്ടോയിൽ കാണാൻ നോക്കാം. അപ്പോൾ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ സ്റ്റേജ് എന്ന് പറയുന്നത് ഇതാണ് ഡിസ്ട്രിബ്യൂഷൻ സ്റ്റേജ്. ദെൻ പബ്ലിക് പാർട്ടിസിപ്പേഷൻ. സോ നടുത്തതാണ് പബ്ലിക് പാർട്ടിസിപ്പേഷൻ എന്ന് പറയും. ദെൻ അടുത്ത സ്റ്റേജാണ് ലാസ്റ്റ് സ്റ്റേജ് പാനിക് സ്റ്റേജ്. ഈ സ്റ്റേജിൽ എന്ത് ചെയ്യും? സ്റ്റോക്കിൻ്റെ വില മാക്സിമം കുറയും. അത് കഴിഞ്ഞ് അടുത്ത സ്റ്റേജ് നിങ്ങൾ നോക്കിയാൽ മതി. അക്യുമുലേഷൻ സ്റ്റേജ് തന്നെയാണ് വരുന്നത്. ദെൻ പബ്ലിക് പാർട്ടിസിപ്പേഷൻ എക്സസ്. ഇതിന് കൂടി കുറേ തന്നെ ഇരിക്കും. നമ്മൾ മാർക്കറ്റ് മനസ്സിലാക്കേണ്ട കേസ് വെച്ചാൽ മാർക്കറ്റ് എപ്പോഴും പൊന്തിയും താഴ്ന്നു തന്നെയാണ് നിൽക്കുന്നത്. ദെൻ ഇത്ര നേരം നമ്മൾ പ്രൈമറി ട്രെൻഡിനെ പറ്റി പറഞ്ഞു. ഇനി സെക്കൻഡറി ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഈ പ്രൈമറി ട്രെൻഡിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ട്രെൻഡുകളാണ് സെക്കൻഡറി ട്രെൻഡ്. ഇപ്പോൾ ബുള്ളിഷ് ആയിട്ട് മാർക്കറ്റ് നിങ്ങൾ നോക്കാം. ഇപ്പോൾ ഇതൊരു ബിയറിഷ് മാർക്കറ്റിൻ്റെ നമ്മൊരു കോൺസെപ്റ്റാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഡൗൺവാർഡ് പ്രൈസ് കുറയുന്നുണ്ട്. പക്ഷേ ഇവിടെ നോക്കൂ, ഈ ഒരു ട്രെൻഡ് ജസ്റ്റ് ഓപ്പോസിറ്റ് അല്ലേ. ബിയറിഷ് മാർക്കറ്റിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ബുള്ളിഷ് മാർക്കറ്റാണത്. സോ ഇത് സെക്കൻഡറി ട്രെൻഡ് എന്ന് പറഞ്ഞാൽ
സെക്കൻഡറി ട്രെൻഡ് എന്നാൽ ദ സെക്കൻഡറി ട്രെൻഡ് മൂവ് ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് ദി പ്രൈമറി ട്രെൻഡ്. പ്രൈമറി ട്രെൻഡ് ചലിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ് സെക്കൻഡറി ട്രെൻഡ് ആയിട്ട് പറയുന്നത്. ഇപ്പോൾ ബുള്ളിഷ് മാർക്കറ്റ് ആണെങ്കിൽ ബിയറിഷ് ആയി കാണിക്കുന്നു, ബിയറിഷ് മാർക്കറ്റ് ആണെങ്കിൽ ബുള്ളിഷ് ആയിട്ട് കാണിക്കുന്നതും. ഇഫ് ദ പ്രൈമറി ട്രെൻഡ് അപ്വേർഡ് ട്രെൻഡ് ദെൻ ദി സെക്കൻഡറി ട്രെൻഡ് വിൽ ബി ഡൗൺവേർഡ് ഒബ്വിയസ്ലി. ദി സെക്കൻഡറി ട്രെൻഡ് വിൽ ലാസ്റ്റ് ഫോർ 3 weeks to 3 months. അപ്പം സെക്കൻഡറി ട്രെൻഡിനെ വേറൊരു വാക്കിൽ പറയാറുണ്ട് വേവ് ഇൻ ദി പ്രൈമറി ട്രെൻഡ് എന്നും വേണമെങ്കിൽ പറയാം. then അടുത്തത് മൈനർ ട്രെൻഡ്. മൈനർ ട്രെൻഡ് എന്ന് വെച്ചാൽ മാർക്കറ്റ് മൂവ്മെൻറ്റ് ലാസ്റ്റിംഗ് ഫോർ 3 weeks. അപ്പോൾ വളരെ കുറവാണ്, അല്ലെങ്കിൽ ഇതിന് വേറെ പേരും പറയാം, ഏറ്റവും ഡെയിലി പ്രൈസ് ഫ്ലക്ച്വേഷൻ വേണമെങ്കിൽ പറയാം. ദ മൈനർ ട്രെൻഡ് ഈസ് ജനറലി ദി കറക്റ്റീവ് മൂവ് ഇൻ ദി സെക്കൻഡറി ട്രെൻഡ്. നമ്മൾ സെക്കൻഡറി ട്രെൻഡ് എന്താ പറയുന്നത്, പ്രൈമറി ട്രെൻഡിൻ്റെ ഓപ്പോസിറ്റായിട്ട് ചലിക്കുന്നതാണ് സെക്കൻഡറി ട്രെൻഡ്. ഇനി സെക്കൻഡറി ട്രെൻഡിന് ഓപ്പോസിറ്റായി ചലിക്കുന്നതാണ് മൈനർ ട്രെൻഡ്. ദിസ് ക്യാൻ ബി കോൾഡ് ആസ് എ ഡെയിലി പ്രൈസ് ഫ്ലക്ച്വേഷൻസ്. നിങ്ങളത് നോക്കുക, ഒരു ഗ്രാഫ് മൈനർ ട്രെൻഡ് കാണിക്കുന്നത് നമ്മൾ സെക്കൻഡറി ട്രെൻഡ് പറഞ്ഞില്ല, നമ്മളൊരു പ്രൈമറി ട്രെൻഡിൻ്റെ ഇപ്പോൾ ബുള്ളിഷ് ആണെങ്കിൽ അതിനുണ്ടാവുന്ന ഈ സൈഡ് വേവ്സും അല്ലെങ്കിൽ ഡിക്ലൈൻസും കാര്യങ്ങളാണ്. ഈ ഡിക്ലൈൻ്റെ ഉള്ളിൽ തന്നെ എന്തുണ്ടാവും, ഈ പ്രൈസ് ഫ്ലക്ച്വേഷൻ ഉണ്ട്, അങ്ങനെ കൂടെ കുറയുക. അപ്പോൾ അതാണ് മൈനർ ട്രെൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലുണ്ടാവുന്ന കൂടലും കുറയലുമാണ് മൈനർ ട്രെൻഡിൽ കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെയൊക്കെ നോട്ട് എന്തായാലും എല്ലാവരും ഉണ്ടാക്കുക, എന്നിട്ടത് എനിക്ക് വാട്സപ്പിൽ സബ്മിറ്റ് ചെയ്ത് തരിക.